അമ്പലവയൽ പൂപ്പലി നഗരിയിൽ വ്യാജ ഫോൺ പേ ആപ്പ് ഉപയോഗിച്ച് തട്ടിപ്പ്. അമ്യൂസ്മെന്റ് പാർക്കുകളിലും മറ്റിടങ്ങളിലുമാണ് തട്ടിപ്പ് നടന്നത്. ഫോൺ പേന്റെ പോലത്തെ ഒരു ആപ്പാണ്, ഇൻബിൽഡ് ചെയ്ത ഒരു ആപ്പാണിത്. ഫോൺ പേന്റെ പോലെയാണ് വരിക. അതേപോലെ ഫോൺ പേനെ പോലെ സ്കാനർ ഉണ്ടാവും. സ്കാനർ ഞെക്കി കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് ഇവിടെ നമുക്ക് എത്ര എമൗണ്ട് വെച്ചാൽ 1000 അടിക്കാം. 1000 കൊടുക്കുക, പേ കൊടുക്കുക. 1000 നമുക്ക് ഏത് പിന്ന് വേണമെങ്കിലും അടിക്കുക. അതില് ഇന്ന പിന്നൊന്നുമില്ല, അടിക്കുക, ടിക്ക് കൊടുക്കുക. ക്യാഷ് ഇതാ മെസ്സേജ് വന്നു, കാണിച്ചു 1000. ദിവസങ്ങളായി ഓൺലൈനിൽ വരുന്ന തുകയിൽ കുറവ് വരുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് ജീവനക്കാർ ഓൺലൈൻ ഇടപാടുകളിൽ പരിശോധന ശക്തമാക്കി. ഇതോടെയാണ് വ്യാജ ഫോൺ പേ ആപ്പ് ഉപയോഗിച്ചുള്ള തട്ടിപ്പ് കണ്ടെത്തിയത്. വ്യാജ ആപ്പിൽ പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കാൻ സാധിക്കും, എന്നാൽ അക്കൗണ്ടിൽ പണം വരില്ല. ആദ്യം മുതലേ നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷനകത്ത് പൈസ വരുന്നില്ല. അത് നമ്മളിങ്ങനെ വരുമ്പോൾ അത് ഷോർട്ടായി വരുന്നു. നമുക്ക് കറക്റ്റ് കണക്ക് കിട്ടുന്നില്ല. പക്ഷെ ടിക്കറ്റ് കീറുന്നു, കണക്ക് നമുക്ക് കറക്റ്റായിട്ട് നോക്കുമ്പോൾ ഇത്ര ടിക്കറ്റ് പോയിട്ടുണ്ട്, പക്ഷെ ആ പൈസ വരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പുറയിലായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന പയ്യന്മാരായിരിക്കും. അവരുടെ ഒരു ഫേക്കായിട്ടുള്ള ഫോൺ പേയുടെ ഒരു ആപ്പ്, അതിൽ കൂടെ എത്ര എമൗണ്ട് വേണേലും നമുക്ക് ടൈപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു പാസ്വേഡ് അടിച്ചാൽ മതി. അതിലൂടെ പൈസ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അത് മേടിച്ച് ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇത് പ്ലേ സ്റ്റോർ വഴി കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവര് എക്സെൻഡർ വഴി ഇവരുടെ ഫ്രണ്ട്സ് കൊടുത്തതാണെന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ കുറെ ആൾക്കാരുടെ കയ്യിൽ ഇത് പോയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ് ഈ ആപ്പ് ഉപയോഗിച്ചത്. വ്യാജ ഫോൺ പേ ആപ്പ് ഉപയോഗിച്ച് നിരവധി ഇടപാടുകൾ നടന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇത്തരം തട്ടിപ്പിനെ കുറിച്ച് വ്യാപാരികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. അരുൺ ചീരാൽ, വയനാട് വിഷൻ, അമ്പലവയൽ.